ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സോ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇതുപോലത്തെ ഒരു വീഡിയോ, ഒരു ഫുൾ മേക്കപ്പ് ലുക്ക് ചെയ്യണത്. നോർമലി ഞാൻ ലിപ്സ്റ്റിക് ആണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് ഫുൾ മേക്കപ്പ് ലുക്ക് കാണാം. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത്. സോ ഫസ്റ്റ് എൻ്റെ മെഹന്തി എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ഡ്രസ്സ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഈ ജസ്റ്റ് അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ ഐറ്റംസ് എല്ലാം എൻ്റെ ഡ്രസ്സിലാവും. അതുകൊണ്ട് മേക്കപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സെറ്റാഫിലിൻ്റെ ആണ്. ഞാൻ കറൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. പുറത്തൊന്നും പോവാനില്ല, പക്ഷേ എനിക്കൊന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണം എന്ന് തോന്നി. ഓക്കെ, നമുക്ക് ലെൻസ് വയ്ക്കാം. ഞാൻ കുറച്ചധികം നാളായി ലെൻസ് വെച്ചിട്ട്, അപ്പോൾ ലെൻസ് വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഞാനിപ്പോൾ നോണിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് ഏത് ബ്രാൻഡ്? ഇതൊരു ബ്രാൻഡാണ്. ഓക്കെ, അപ്പം നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. കൈ തെന്നുന്നു. ഒരു എന്ത് ഷെയ്ഡാന്നുള്ളത് എനിക്കറിയില്ല, എന്തോ ഒരു ഷെയ്ഡാണ്. ഞാൻ വെച്ചിട്ട് വരാം. ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ നടക്കണ പരിപാടിയല്ല. സത്യം വരട്ടെ, ഞാൻ കണ്ണില് ലെൻസ് വെച്ചിട്ടുണ്ട്, പക്ഷെ കാണുന്നില്ല. നോക്കൂ, പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കണ്ണുപോലെ തന്നെയുണ്ട്. ഓക്കെ, കുറച്ച് കരച്ചിലും വിളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി മേക്കപ്പിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മേക്കപ്പ് പാലറ്റ് ഇവിടെ എടുത്ത് വയ്ക്കട്ടെ. കണ്ണാടിയില്ല എനിക്കിവിടെ, അപ്പോൾ ഇവിടെ നിന്ന് കാണാം. ഓക്കെ, അപ്പോൾ എനിക്ക് കാണുന്നുണ്ട്, പക്ഷെ വീഡിയോയിൽ അത്ര നല്ലതായിട്ടല്ല ഈ ലെൻസ് കാണുന്നത്. എനിക്ക് പൂച്ചക്കണ്ണായിട്ടൊക്കെ തോന്നുന്നുണ്ട് ചെറിയ രീതിയിൽ. ഓക്കെ, അപ്പോൾ എൻ്റെ ബ്രഷസ് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. സോ ഞാൻ ബ്രഷ് കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ബ്രഷിൽ ഇന്ന് അങ്ങോട്ടേക്ക് പണി തുടങ്ങാം അല്ലേ? യെസ്, ഇതാണ് ആ ബ്രഷ് വരുന്നത്. ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, കുറച്ച് ഫൗണ്ടേഷൻ എടുക്കുക, കയ്യിൽ കുറച്ചിടുക. ഓക്കെ, ഞാൻ ഇത്രയാണ് ആദ്യം എടുക്കുന്നുള്ളത്. കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം ഒരുപാട് ആവശ്യമില്ല നമുക്ക്. സോ അത് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് കൈ കൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. പുതിയ ബ്രഷാണ്. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇട്ടപ്പോൾ ഒരു ഞാൻ ഇടുന്നോണ്ടായിരിക്കും എനിക്കൊരു എന്തോ പോലെ, എന്തോ ഫേസിൽ എന്തോ ഒരു സാധനം കിടക്കണ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഐബ്രോ ചെയ്യാം. നമുക്ക് ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐബ്രോ പെൻസിൽ എടുക്കാം. ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ എടുക്കുന്നത് പാക്കിൻ്റെ, ഞാൻ നേരത്തെ എടുത്ത കാർമസി എന്ന് പറയുന്ന കാർമസി മിലാനോൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഐഷാഡോ പാലറ്റാണ്. ഐഷാഡോ പാലറ്റ് നമുക്ക് പാക്കിൻ്റെ ഐഷാഡോ പാലറ്റാണ്. ഞാനിതിപ്പോൾ ഒരു 2 ഇയർ ആയിട്ട് ഞാൻ ഈ ഒരു ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിലുള്ള ഒരു നമുക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഞാൻ. കാരണം ഓൾറെഡി എനിക്ക് എൻ്റെ പിരികം ഒന്ന് ലെവലായിട്ടാണ് ഇരിക്കുന്നത്. സോ ജസ്റ്റ് നമുക്കൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കേണ്ട ആവശ്യം ഇല്ല, കാരണം ഓൾറെഡി ഷെയ്പ്ഡാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഐബ്രോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു എൻഡ് പോർഷനിൽ ഓക്കെ ഫില്ല് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് കണ്ണിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമുക്കൊന്ന് ലിപ് ബാം ഇട്ട് കൊടുക്കും. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ലിപ് ബാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ് കെയറിൻ്റെ ലിപ് ബാം ആണ്. സോ വിഷ് കെയറിൻ്റെ നമുക്ക് ലിപ് ബാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐഷാഡോ പാലറ്റാണ്.
ഒന്ന് ഷാർലറ്റ് ടിൽബറി, ഒന്ന് ഹുഡ ബ്യൂട്ടീൻ്റെ ആണ്. സോ ഇന്ന് എൻ്റെതൊരു റോസ് കളറാണ് എൻ്റെ ഡ്രസ്സ് വരുന്നത്. അപ്പം ഞാനൊരു സ്മോക്കി ആയി ചെയ്യാം എന്നുള്ള മൈൻഡിലാണ്. സോ നമുക്ക് ആദ്യം ഒന്ന് ഐ ഒന്ന് ജസ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ, സോ രണ്ടെണ്ണം ആക്കാനുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് ഇത് തന്നെ മതി. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. ഞാനൊന്ന് ഒട്ടിക്കട്ടെ. ഓക്കെ, ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ട് ഭാഗത്തും ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത്. ഓക്കെ, ഞാല് ഈ ഒരു പാലറ്റിൽ നിന്ന് നമുക്ക് ഒരു ബ്രൗൺ കളറ് ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബ്രൗൺ അല്ല, ഒരു ഈ ഒരു ഷെയ്ഡ്. ഓക്കെ, ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണ്. ജസ്റ്റ് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയ്ഡ് യൂസ് ചെയ്യാം. സോ യൂസ് ചെയ്യാം. ഈ ഒരു ബ്രഷ് വെച്ച് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കണത് ഇങ്ങനെ. ഷെയ്ഡാണ് കൊടുക്കുന്നത്, ഒരു ലൈറ്റ് ഷെയ്ഡാണ്. സോ ഇതും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഷെയ്ഡ് എടുക്കാം. സോ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് കൊടുക്കാം. ഗ്ലിറ്റർ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗ്ലിറ്റർ നമുക്ക്, അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിലായിട്ടൊരു ബ്ലാക്ക് കളറും കൂടി നമുക്കൊന്ന് കൊടുക്കാം. സോ രസമുണ്ടാകും. അപ്പം നമ്മളൊരു ചെറിയൊരു ഗ്ലിറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഗോൾഡ് കളറാണ്. സോ അത് നമുക്കൊന്ന് ജസ്റ്റ് ഈ ഒരു ലിഡിലൊന്ന് കൊടുക്കാം. നമ്മളത് കൊടുക്കുന്നത്. ഓക്കെ, ഒരു ബ്ലാക്ക് കളർ, ഇതും ബ്ലാക്ക് ആണ്. സോ ഒരു ബ്ലാക്ക്, ഒരു സ്മോക്കി ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഈ ഒരു സൈഡിൽ കൊടുക്കാം. അപ്പോ ഭംഗിയുണ്ടാവും. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചില ആൾക്കാർ ചെയ്യുന്നത് ഒന്ന് ഐഷാഡോ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് വിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ഞാനും അങ്ങനെ ചെറുതായിട്ടൊരു വിങ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കളയാം. താഴെയും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യാനുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ലുക്ക്. ഒരു ഡിഫൈൻഡ് ഡൈ ആയിട്ട് നമുക്ക് കിട്ടും. സുഖണ്ടോ? ഇടാൻ പോകുന്ന ബ്ലഷ് എന്ന് പറയുന്നത് ഈ ഒരു ഷീഗ്ലാമിന്റെ ബ്ലഷ് ആണ്. ജസ്റ്റ് അത് 1 2 3 1 2 3. ഓക്കെ, 1 2 ഇത്ര മതി. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഷീഗ്ലാമിന്റെ ഹൈലൈറ്റ് 1 2 3 1 2 3. ഓക്കെ, അതിൻ്റെ കൂടെ ഇവിടെയും. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ്. സോ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, ആ ഒരു ഗ്ലിറ്റർ കണ്ടോ? നല്ല ഗ്ലിറ്റർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കുറച്ചും കൂടി ഇടാം, കുറച്ചും കൂടെ കവിളിലിടാം. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഗ്ലിറ്റർ. നല്ല ഗ്ലിറ്റർ ആണ്. ഞാൻ ഇവിടെ ഈ ഒരു ലിപ് ലൈനറാണ്. ഇത് നമ്മുടെ മാർസിന്റെ ലിപ് ലൈനറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ലിപ് ലൈൻ ചെയ്യണതിന് മുമ്പേ നമുക്കൊന്ന് ചുണ്ടില ഉള്ള ഈ ഒരു ലിപ് ബാം കളയണം. അത്രേ ഉള്ളൂ.
ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ച് നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം. സോ യാ, കുറെ ആൾക്കാർക്ക് എൻ്റെ ലിപ്പ് ഭയങ്കര പ്രശ്നം. എനിക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്കും വേണ്ട കേട്ടോ. ഇങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്യുക. ഞാനിവിടെ ഇന്ന് ഇടാൻ പോകുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു ഷാർലറ്റ് ടിൽബറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. സോ അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ലോങ് ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇടാറുള്ളൂ. ഓക്കെ, സോ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. പക്ഷേ മസ്കാര ഇട്ടിട്ടില്ല. ഷീ ഗ്ലാമിൻ്റെ ഒരു മസ്കാര ഉണ്ട്, നമുക്ക് അതും കൂടി ഇടാം, എന്നാലേ ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. മസ്കാര കണ്ണാടി വേണം. സോ മസ്കാര ഇടുമ്പോൾ ഉള്ള വ്യത്യാസം കണ്ടോ? ഇനി നമുക്ക് കാജൽ, നമുക്ക് ജസ്റ്റ് അടിയിൽ മാത്രം ഒന്ന് കാജൽ എഴുതി കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് കണ്ണ് കാജൽ എഴുതുമ്പോഴുള്ള ഒരു വ്യത്യാസം കണ്ടോ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിനി ഡ്രസ്സും കൂടെ ചേഞ്ച് ചെയ്തിട്ടുള്ള ലുക്ക് കാണാം. സോ ഇതാണ് എൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഞാൻ അങ്ങനെ എപ്പോഴും ഇതുപോലെയൊന്നും ഒരുങ്ങുന്നൊരു വ്യക്തിയല്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കെന്തായാലും ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഈ ഒരു ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.